ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ, അതായത് നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്ത് ബെഡ് സ്വിച്ചിൽ വരുന്ന 2-വേ കൺട്രോളിങ്ങും അതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും കണക്ഷൻസൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ 2 ഡോട്ടിട്ട് കാണിക്കുന്നതാണ്. ഇത് 2 2-വേ സ്വിച്ചുകളാണ് വരുന്നത്. എല്ലാ കമ്പനികളും 2-വേ സ്വിച്ചുകൾ അങ്ങനെ ഡോട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കാണിക്കും. ബാക്കിയെല്ലാം മറ്റേ 1-വേ സ്വിച്ചുകളാണ് വരുന്നത്. പിന്നെ ഒരു സാധാ ഒരു പ്ലഗ് സോക്കറ്റും വരുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു കണക്ഷൻസ് നോക്കാണ്ട. ഏറ്റവും താഴെയും മുകളിലായിട്ട് 2 വയറുകൾ സെപ്പറേറ്റ് കണ്ടോ. ഈ 2 മഞ്ഞ വയറുകൾ 2 കൂട്ടിയടിച്ചിരിക്കുന്നു, 2 നീല വയറുകളും കൂട്ടിയടിച്ചിരിക്കുക. ഇത് 2-വേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു 2-വേയുടെ തന്നെ ഈ കണക്ഷൻസ് തന്നെ നേരെ നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിലും വരുന്നുണ്ട്. ഇത് നമ്മുടെ എൻട്രൻസിലാണ് വരുന്നത്, റൂമിൻ്റെ എൻട്രൻസിൽ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇൻവെർട്ടർ കണക്ഷൻ നമുക്ക് ഈ 2-വേയുടെ സെൻറ്ററിലാണ് കൊടുക്കുന്നത്. ഒരു സൈഡ് നമ്മൾ ഫേസ് കൊടുക്കും, ഒരു സൈഡ് ലീഡാണ് കൊടുക്കുന്നത് 2-വേയുടെ കണക്ഷൻസ് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്തതിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. അതായത് 2-വേയിൽ ആദ്യത്തെ 2 സെക്ഷനിൽ 2 വയർ കൊടുത്തു, സെൻട്രലായിട്ട് നമ്മൾ ഫേസ് കൊടുത്തു. ആ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ കൊടുക്കാം, സാധാ ഫേസ് കൊടുക്കാം. പിന്നെ നമ്മൾ പ്ലഗ് സോക്കറ്റ് വരുന്നത് നമ്മൾ എർത്തിലേക്ക് കൊടുത്തു. എർത്തിൻ്റെ വയർ, അത് ന്യൂട്രൽ വയറുകളെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്തതിന് ശേഷം സ്ട്രിപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുത്തു. ഇനി വരുന്നത് സാധാ ഫേസാണ്. ഈ സാധാ ഫേസ് നമ്മൾ നേരെ DBയിൽ നിന്ന് വരുന്ന ഫേസ് നമുക്ക് എവിടേക്കാണോ ഏതൊക്കെ സ്വിച്ചിനാണോ ആവശ്യമുള്ളത് അതെല്ലാം തന്നെ സ്വിച്ചുകളിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ചുകളുടെ മുകളിൽ നിന്ന് വരുന്ന ഓപ്ഷൻസാണ്. നമ്മൾ ലൈറ്റാണെങ്കിൽ ലൈറ്റ്, ഫാനാണെങ്കിൽ ഫാൻ അതിലേക്ക് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ എടുത്തതിന് ശേഷം നമ്മൾ ആ സ്വിച്ചിൻ്റെ കൺട്രോളിങ് എടുത്തതിന് ശേഷം പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഫേസ് റൈറ്റ് സൈഡ് ആയിരിക്കണം. ഒരു പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും കൊടുക്കേണ്ടത്. ഇനി 2-വേ കൺട്രോളിങ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. അതായത് 2-വേക്ക് 2 കൺട്രോളിങ് എന്ന് പറഞ്ഞു, ഒന്ന് ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും. അത് തന്നെ സെയിം തന്നെ 2 സ്വിച്ച് നമ്മൾ 2-വേ രണ്ടെണ്ണം നമ്മൾ ബെഡ് സ്വിച്ചിലും കെട്ടുന്നുണ്ട്. കാരണം അപ്പോൾ 2 ബെഡ് സ്വിച്ചിൽ AC, മാസ്റ്റർ സ്വിച്ച്, പ്ലഗ് സോക്കറ്റ്, പിന്നെ റെഗുലേറ്റർ. ആദ്യത്തേൽ നമ്മൾ റെഗുലേറ്റർ വരുന്നില്ല, അതായത് എൻട്രൻസ് സ്വിച്ചിൽ വരുന്നില്ല. ഇത് ബെഡ് സ്വിച്ചിലേക്ക് വരുമ്പോൾ ഉള്ള കണക്ഷൻസാണ് ഈ കാണുന്നത്. അതേ 2 മഞ്ഞ വയർ തന്നെ, ആ 2 മഞ്ഞ വയർ തന്നെ അതുപോലെ തന്നെ അടിച്ചിരിക്കുന്നത് 2-വേ സ്വിച്ചിൻ്റെ മുകളിലും താഴെയായിട്ടാണ് കൊടുക്കേണ്ടത്. മുകളിലും താഴെയായിട്ട് കൊടുത്തു. ലൈറ്റിനും ഫാനുമാണ് 2 2-വേ വരുന്നത്. 2 ഫ്രണ്ടിൽ നിന്നും നമ്മുടെ ബെഡ് സ്വിച്ചിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ നമ്മൾ റെഗുലേറ്റർ കണക്ഷൻ കൊടുത്തു. റെഗുലേറ്റർ കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ലൈനാണ് എടുക്കുന്നത്. ആ ലൈറ്റിൻ്റെ ലീഡാണെങ്കിൽ ആദ്യം കാണുന്ന ലൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ലീഡ് നമ്മൾ എടുത്തതിന് ശേഷം ലീഡിലേക്ക് കൊടുത്തു. ലൈറ്റിന് വേണ്ടിയിട്ട് പോകുന്ന കണക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത 2-വേ എന്ന് പറയുന്നത് ഫാൻ്റെ ആയതുകൊണ്ട് ആ നീല വരുന്ന 2-വേ ഫാൻ്റെ ആയതുകൊണ്ട് ഫാൻ്റെ റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഫാൻ്റെ റെഗുലേറ്റർ നേരെ ഫാനിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ AC-യുടെ സ്വിച്ചാണ്. AC-യുടെ സ്വിച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ DBയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഫേസ് ന്യൂട്രലും കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ആണ് വന്നത്. ഈ DP സ്വിച്ചാണ് നമ്മൾ AC-ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ മാസ്റ്ററിൻ്റെ കണക്ഷനെ കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് മാസ്റ്റർ കണക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇതാണ് മാസ്റ്ററിൻ്റെ 20 ആംസിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേഷൻ ഉണ്ട്. ഇൻഡിക്കേഷൻ വരുന്ന രീതിയിലാണ്. പിന്നെ നമ്മൾ AC-യുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു റൂമിലേക്ക് വരുന്ന 2-വേ സ്വിച്ച് എന്ന് പറയുമ്പോൾ 2 സ്വിച്ചാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ലൈറ്റിൻ്റെയും ഒന്ന് ഫാനിൻ്റെയും. അതിന് കണക്ഷൻസ് ഒരു സൈഡ് നമ്മൾ ഫേസ് കൊടുക്കും. അതായത് 2-വേ സ്വിച്ചിൻ്റെ മുകളിലും താഴെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 2-വേ സ്വിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും ഒരു ആദ്യത്തെ എൻട്രൻസിൻ്റെ 2-വേ സ്വിച്ചിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഫേസ് കൊടുക്കും. രണ്ടാമത്തെ ബെഡ് സ്വിച്ചിൻ്റെ അടുത്തുള്ള 2-വേ സ്വിച്ചിൻ്റെ അതേ ബെഡ് സ്വിച്ചിൻ്റെ തന്നെ കണക്ഷൻ വരുന്ന നമ്മുടെ ബെഡ് സ്വിച്ചിൽ വരുന്ന 2-വേ സ്വിച്ചിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ലീഡ് കൊടുക്കും. ലീഡ് എന്ന് ഉദ്ദേശിച്ച് ഫാനോ അത് ലൈറ്റ് ഏതെങ്കിലും കൊടുക്കും. ഇതാണ് അതിൻ്റെ 2-വേയുടെ കണക്ഷൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 2-വേ സ്വിച്ചിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ വരച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.